ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ പാലക്കാട്ടെ പ്രവീൺ ദൊഗാഡെ എന്ന ഡിവൈഎഫ്ഐ. പുതുശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം കരോൾ സംഘത്തെ RSS പ്രവർത്തകൻ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഡിവൈഎഫ്ഐ പ്രസ്താവന. തുടർന്നും കരോൾ നടത്തുമെന്നും ഡിവൈഎഫ്ഐ. RSS പ്രവർത്തകന്റെ ആക്രമണത്തെ പരസ്യമായി പിന്തുണച്ച് രംഗത്ത് വന്നതിലൂടെ കൃഷ്ണകുമാറിന്റെ യഥാർത്ഥ വർഗീയ മുഖം കൂടുതൽ വ്യക്തമായെന്ന് ഡിവൈഎഫ്ഐ കുറ്റപ്പെടുത്തി. കരോൾ സംഘത്തെ മദ്യപിച്ചിരുന്നതായാണ് കൃഷ്ണകുമാർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചത്. ഒരു വശത്ത് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ക്യാമ്പയിനുമായി കേക്കുമായി അരമനയിലും പള്ളികളിലും കയറിയിറങ്ങുന്ന BJPയുടെയും കൃഷ്ണകുമാറിന്റെയും യഥാർത്ഥ മുഖമാണ് വ്യക്തമായതെന്നും ഡിവൈഎഫ്ഐ പറഞ്ഞു. 14 വയസ്സിന് മാത്രം താഴെയുള്ള കുട്ടികൾ നേതൃത്വം കൊടുത്ത ക്രിസ്മസ് കരോളിനെതിരായി യാതൊരു പ്രകോപനവുമില്ലാതെയാണ് വളരെ നിന്ദ്യമായ ആക്രമണത്തിന് RSS നേതൃത്വം നൽകിയത്. ആ കരോളിന് നേതൃത്വം കൊടുത്ത ചെറിയ കുട്ടികളെ മദ്യപാനികൾ എന്ന് അധിക്ഷേപിക്കുന്നതിനു വേണ്ടി വരെ കൃഷ്ണകുമാർ തയ്യാറായിരിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ നാടിന്റെ സമാധാന അന്തരീക്ഷം, മതനിരപേക്ഷ അന്തരീക്ഷം തകർക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഒരേ സമയം തെരഞ്ഞെടുപ്പ് കാലത്ത് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പരിപാടികളിലൂടെ കേക്കുമായി അരമനകളിലും പള്ളികളിലും കയറിയിറങ്ങുന്ന കൃഷ്ണകുമാറും BJPയും കേരളത്തിൽ ക്രിസ്മസ് കരോൾ സംഘത്തിനെതിരായി ഉൾപ്പെടെ വലിയ ആക്രമണങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ വാളയാറിൽ വെച്ച് തന്നെയാണ് BJP RSS നേതൃത്വത്തിൽ ജാർഖണ്ഡ് സ്വദേശിയായ രാംനാരായൺ ബയ്യയെ ആൾക്കൂട്ട വിചാരണ നടത്തി കൊലപ്പെടുത്തിയത്. കൃഷ്ണകുമാർ പാലക്കാട്ടെ തൊഗാഡിയാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് നിലപാടാണ്, പ്രസ്താവനയാണ് ഈ കരോൾ സംഘത്തിനെതിരായ ആക്രമണത്തെ പൂർണ്ണമായി പിന്തുണച്ചതിലൂടെ ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത്. ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുത്ത് കേരളത്തിലെ 2500 യൂണിറ്റുകളിലും പ്രതിഷേധ കരോൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിലെ ആഘോഷങ്ങൾ, പെരുന്നാളും ക്രിസ്തുമസും ഓണവുമെല്ലാം ഒരു മനസ്സായി മതനിരപേക്ഷമായി ആഘോഷിക്കുന്ന കേരളീയ പൊതുസമൂഹത്തിലേക്ക് വർഗീയ ചേരിതിരിവിലൂടെ രാഷ്ട്രീയ നേട്ടം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായാണ് BJP മുന്നോട്ട് പോകുന്നത്. എല്ലാ മതനിരപേക്ഷ മനസ്സുകളെയും അണിനിരത്തിക്കൊണ്ട് ഇതിനെതിരായി ശക്തമായ ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത്. UTV ന്യൂസ്, പാലക്കാട്.